ഹായ്. ഞാനൊരു കാര്യം ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ലീന കമോൺ വർക്ക്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മിമിക്രി ചെയ്യാൻ വന്നിരിക്കുകയാണ്. പക്ഷെ മിമിക്രിയിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഒരു വ്യക്തിയുടെ സൗണ്ട് ചെയ്യും. അതെ. ഒരു കൈയടി തരുമോ എനിക്ക്? താങ്ക് യു സുഹൃത്തുക്കളെ, താങ്ക് യു. അടുത്ത പ്രഡിക്ഷൻ, ആ വ്യക്തി എന്ന് പറയുന്ന അക്ഷരം വി ഉണ്ട്. വിനു ചക്രവർത്തി, വിനു അങ്ങനെ ആരുടെങ്കിലും ആണോ? വിനു ചക്രവർത്തി ആണോ? വീണ്ടും ഒരു കൈയടി തരൂ എനിക്ക്. താങ്ക് യു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിശേഷമൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ വോയിസ് കേൾക്കണം. അതായത് വിനു ചക്രവർത്തി ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിനു ചക്രവർത്തിയുടെ വോയിസ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് കേൾക്കേണ്ടത്. ஆண்டிப்பட்டி வீரப்பாண்டி கெட்ட பொம்மை. அப்ப ஞான் யாரா? தெரிய மாட்டேன், புரிய மாட்டேன். நான் தாண்டா ஒரிஜினல் ஆண்டிப்பட்டி வீரப்பாண்டி தவிர. ஆமாடா கண்ணு. ஏய், நம்ம ஈப்பச்ச புள்ள இங்க வருவேன். அவங்களுக்கு அவசியமுள்ள ஸ்பிரிட் எடுத்து கொடுக்குங்கடா. என்கிட்ட ஸ்பிரிட் உள்ள ஒண்ணு உள்ள. ஐயோ கண்ணு, என்னம்மா ஒண்ணுமே புரியல. புரட்டம்மா. കൊള്ളാം. ഇനി നിങ്ങളുടെ പെർഫോമൻസ് ഓരോന്നായിട്ട് ഞങ്ങൾ കാണാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ എടക്കഴിയൂര്, ചാവക്കാട് അടുത്തുള്ള. ചാവക്കാട്. ഞാൻ കൊല്ലം ജില്ല കുളത്തൂപ്പുഴ, അതായത് സംഗീത സംവിധായകൻ രവീന്ദ്രന്റെ മാഷിന്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് വരുന്നത്. കുളത്തൂപ്പുഴ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ വന്നിട്ട് പരിചയമാണ്. ഫ്രണ്ട്സ് ആണ്. കൊള്ളാം. ശരി, അപ്പൊ ഇനി നമുക്ക് ഓരോന്ന് നിങ്ങളുടെ വോയിസ് കേൾക്കാം. ആരാണ് ആദ്യം തുടങ്ങുന്നത്? ആദ്യം സലീംഖാന്റെ ശബ്ദം. ശരി, ഓക്കെ. എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ, ഈ മധുരമില്ലാത്ത പായസം മാതിരി എന്റെ ജീവിതം പാറ്റ നക്കിയതിന്റെ ദൈവമേ. ഇത് കണ്ണേറ്റൻ, ഇത് ദാസപ്പേട്ടൻ. ഇതിൽ ഏതാണ് ദാസപ്പേട്ടൻ എന്നുള്ളത് എനിക്കറിയാൻ മേലാൻ ചോദിക്കുന്നു. എറണാകുളം തൃപ്പൂണിത്തറ എന്ന് കേൾക്കുമ്പോൾ തൊണ്ട ഇടർച്ചയുള്ള ഒരു മനുഷ്യനുണ്ട്, തൃപ്പൂണിത്തറ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നൊരു പാട്ട് പാടുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അപ്പങ്ങളമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക. ഈ പാട്ട് ഞാൻ ആദ്യം പാടിയത് കേൾക്കുന്നത് നമ്മുടെ കലാഭവൻ നവാസിക്കയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് എനിക്ക് ഇവിടെ വന്നൊന്ന് പാടിയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ആ ഗാനം ഒന്ന് ആലോചിക്കാം. അപ്പങ്ങളമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോണിക്ക. മരുമോട്ട് കൊണ്ടമ്മായി മരുമോട്ട് കൊട്ടമ്മായി കെട്ടോടം പൊട്ടിയപ്പം പട്ടായി പോയി കഞ്ഞി വെച്ച് പുട്ടുകൂർത്തി അമ്മായിക്ക്. എന്റെ ഗുരുവായൂരപ്പ. അടുത്ത പ്രസീത ചാലക്കുടിയുടെ ശബ്ദമല്ല, പ്രസീത ചാലക്കുടി ആലോചിച്ച തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി എന്ന ഗാനം നമ്മുടെ ലാലു അലക്സ് ആലോചിച്ച ഒന്ന് നോക്കാം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചമ്പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി എന്റെ പൊന്നു മോനെ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ആ കൊച്ചിക്കാരി പെണ്ണിനെയും കണ്ടു അവസാനം എന്റെ പൊന്നു മോനെ. നമുക്ക് പെർഫോം ചെയ്യണ്ടേ? അവിടെ മാത്രം കിട്ടിയാ മതിയോ? ഇന്നല്ല, ഒന്ന് കാണിച്ചു കൊടുത്തേ. ശശികലിക. വീണ്ടും മിനി ചേട്ടൻ. ഓരോരുത്തരന്മാര് വിളിക്കും. പ്രാഞ്ചേട്ടനുണ്ടോ? പ്രാഞ്ചേട്ടനുണ്ടില്ലേ? പ്രാഞ്ചേട്ടൻ ഉണ്ടാലുണ്ടില്ലേ? ദിപ്പന്മാർക്കെന്താ പ്രാഞ്ചേട്ട? അവളിങ്ങനെ കിച്ചണിൽ കിടന്ന് പരിങ്ങുന്നതും നെരുങ്ങുന്നതും എനിക്ക് അങ്ങനെ പിടിക്കുന്നില്ല. പ്രാഞ്ചേട്ടൻ റോട്ടമ്മയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ മടിക്കാൻ എന്തെങ്കിലും ഭാഗത്തുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് ഞാൻ പെയിന്റിങ്ങിന്റെ വർക്കൊക്കെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യുന്നു. ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചറിയാം നിങ്ങളുടെ ഈ ഒരു ഇടിവെട്ട് പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ഓക്കെ, യെസ്. ഇക്ക, രണ്ടുപേരും നന്നായിരുന്നു കേട്ടോ. രണ്ടുപേരും എനിക്കതിന് ഇഷ്ടം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ വന്ന് പരിചയപ്പെട്ടതിന് ശേഷം രണ്ടുപേരും തമ്മിലൊരു കോമ്പിനേഷൻ നിങ്ങൾ രൂപപ്പെടുത്തി രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്റ്റേജിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഒരുപക്ഷെ നാളെ ഈ സൗഹൃദങ്ങൾ വീണ്ടും ഒത്തിരി വലിയ നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ചയിലേക്ക് പോകാനായിട്ട് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. രണ്ടുപേരും കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. നല്ല രസമായിട്ട് തന്നെ ഹ്യൂമർ ചെയ്യോ, സ്കിറ്റ് കളിക്കോ? അങ്ങനത്തെ ഒരു സ്കിറ്റൊക്കെ തമാശ സ്കിറ്റുകൾക്കകത്തൊക്കെ അത്യാവശ്യം ചെയ്ത ഒരു അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സ്റ്റൈലിംഗ് കൂടെ നിന്നപ്പോൾ തന്നെ എങ്ങനെ തോന്നി? ബോഡി ലാംഗ്വേജ് ഹ്യൂമർ ചെയ്യാൻ അല്ലെ ഹ്യൂമർ വഴങ്ങുന്ന ഒരാളാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും? നല്ല ഉഗ്രമായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നിങ്ങളുടെ സൗണ്ടാണ്.
ശരിക്കും ഒറിജിനൽ നിങ്ങൾക്ക് നല്ല സൗണ്ട് ദൈവം തന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പം ഇതുപോലെ ഒരുപാട് ഷോസും ഒരുപാട് പേര് അറിയപ്പെടുന്ന ആൾക്കാരാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഈ അവസരത്തിൽ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.